ഹായ്, ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ഈവനിങ് കഴിക്കാമെന്നോ ഒക്കെ പറയാം. കേരളക്കാരുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ടയുമായാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആട്ട വെച്ച് ഉണ്ടാക്കാം, പക്ഷേങ്കിൽ മൈദയുടെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ആട്ട വെച്ച് വേണമെന്നുള്ളവർ ആട്ട വെച്ച് ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. ഇത് 500 ഗ്രാം മൈദയാണ്, അതായത് 1/2 കിലോ മൈദ. ഇതിൻ്റെ ഒരു അളവാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ള് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് തൈരും 2 മുട്ടയും, കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും വേണം. അപ്പം നമുക്കിത് കുഴയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ വാവലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ ടേബിൾ സ്പൂണിനാണ് എടുക്കുന്നത്. ഇതിന് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. 2 3 ഒഴിക്കാം, നിറച്ചൊഴിക്കണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള് സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കുക. നല്ലതായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മാവ് ഒരു ലൂസ് പരുവമാണ്, അതായത് നമ്മുടെ കൈ തൊട്ടാൽ ഒട്ടിപ്പിടിക്കും. ആ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കയ്യിലൊഴിച്ച് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണിത്. മാവ് നല്ലപോലെ കുഴച്ചെടുക്കാം. മാവ് എത്ര സോഫ്റ്റ് ആകുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട. നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ല ശക്തിയായി തന്നെ കുഴയ്ക്കണം. ഇത് കുഴയ്ക്കുന്നതിലാണ് പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നല്ലതായി കുഴച്ചെടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഈ എണ്ണയ്ക്ക് സൈഡിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം.
ഈ കൗണ്ടർ ടോപ്പേ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് നല്ലത് ശക്തിയായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. എങ്കിൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയാൽ ഒരു ശാല എണ്ണ തൂത്ത് കൊടുത്താൽ മതി, ഒട്ടിപ്പിടിക്കത്തില്ല. എണ്ണ ഒഴിച്ചെങ്കിൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നൊന്നും ഉണ്ടാക്കണ്ട, മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കിയാൽ മതി. പ്രായമായവർക്കൊക്കെ എണ്ണ പ്രശ്നമായതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ പരുവത്തിന് കുഴച്ച് വന്നിട്ടുണ്ട്. ഇത് കൈ തൊട്ട അകത്തോട്ട് പോകണം, എന്നാൽ നമ്മുടെ കയ്യെ ഒട്ടിപ്പിടിക്കുകയോ ചെയ്ത്, അതാണ് പരുവം. ഇനി ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവിൻ്റെ പുറത്തേക്ക് നനഞ്ഞ ഒരു തുണി, വൃത്തിയുള്ള ഒരു തുണി ഇട്ട് മൂടി വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് പൊങ്ങി വരാനും വേണ്ടിയാണ്. തന്നെയല്ല മാവ് ഒന്നുകൂടെ പുളിച്ച് സോഫ്റ്റ് ആകുകയും ചെയ്യും. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുവരെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇപ്പം നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 1.25 മണിക്കൂർ ആയതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ 2 കൈയിലും ഇച്ചിരി എണ്ണ തേക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ടൈൽസിൽ തന്നെ എണ്ണ ഒഴിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പാത്രത്തിലാണ് അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു 2 പീസായിട്ട് മുറിച്ച് മാറ്റാം. കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലപോലെ എണ്ണ കയ്യെ തടവണം. അതിനുശേഷം നമുക്ക് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അകത്തോട്ടാക്കണം. എന്നിട്ട് ഈ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്താൽ മതി, ഇതിങ്ങനെ മുറിഞ്ഞു പോരും. ഇപ്പോൾ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അടുത്തതും ഇങ്ങനെ അകത്തോട്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. 2 ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ശകലം എണ്ണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് എന്നിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് പൊറോട്ട ആക്കി എടുക്കാം. ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് എണ്ണ വെച്ചിരിക്കുന്ന പരത്തി വെച്ചാണ്. ഇപ്പം ഈ അളവിനൊരു 5 ബോൾ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് 10 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഇങ്ങനെ വീശിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഈ കൗണ്ടർ ടോപ്പേ ശാല എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുക. നമ്മുടെ ഈ കൈയുടെ ഈ കൈപ്പത്തി വെച്ച് ഇത് നന്നായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് പുളിച്ച മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പരന്ന് കിട്ടും. ഈ കൗണ്ടർ ടോപ്പിന് അധികം വീതി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഈ മേളത്തെ 4 വിരൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വേണം. ഈ ഇടത് കൈയുടെ 4 വിരൽ താഴെ വേണം. അതിനുശേഷം ഇങ്ങനെ വീശി അടിക്കാം. മാറുന്നതനുസരിച്ച് കൈ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇതിന് ശേഷം കത്തി വെച്ചോ ഒരു സ്പൂണിൻ്റെ ഒരു സൈഡ് വെച്ചോ ഇങ്ങനെ നമുക്കൊന്ന് കീറി കൊടുക്കാം.
അത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഒരുപാട് വലിയ പൊറോട്ടയല്ല, ഒരു മീഡിയം സൈസ് പൊറോട്ട പറയാം. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഈ ലാസ്റ്റ് വരുന്ന ഭാഗം ഇങ്ങനെ കൊണ്ട് അകത്തോട്ട് കയറ്റി പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി എണ്ണ തേച്ച് മാറ്റി വെക്കുക. ഈ ആദ്യം വെക്കുന്ന വേണം ആദ്യം എടുക്കാൻ. ബാക്കിയെല്ലാം ചുറ്റിയതിന് ശേഷം ഇനി പരത്തിയെടുക്കത്തുള്ളൂ. ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഞാൻ നല്ല ഈ വീശാൻ അറിയാത്തവർക്ക്, പാടുള്ളവർക്ക് വേറൊരു രീതിയും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നല്ലതുപോലെ തിന്നായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തുക. അതിനുശേഷം ഈ രണ്ടറ്റത്തുനിന്ന് ഇങ്ങനെ പതുക്കെ വലിക്കുക. അങ്ങനെ മുകളിൽ നിന്നും വലിക്കുക. തീരുന്നതനുസരിച്ച് ഇങ്ങനെ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല തിന്നായിട്ട് വരും. പോരാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതി. ഏത് ഭാഗമാണോ കട്ടി കൂടുതലുള്ളത് ആ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും മുറിച്ചെടുക്കുക. എന്നിട്ടിങ്ങനെ ചുറ്റിയെടുക്കുക. ഏറ്റവും ലാസ്റ്റ് വന്ന മാവ്, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കീറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണമായിട്ട് എടുത്താലും മതി. നമ്മുടെ മാവെല്ലാം വീശി ചുറ്റി എടുത്തിട്ടുണ്ട്. 9 വലിയതും ഒരു ചെറുതും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ആദ്യം ചുറ്റി വെച്ചത് വേണം എടുത്ത് ഉണ്ടാക്കാൻ. അതിന് മുമ്പ് നമുക്ക് ഗ്യാസ് കത്തിച്ചൊരു പാൻ അടുപ്പിലൊക്കെ ചൂടാകാൻ വെക്കാം. ഈ സമയം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ വെട്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഈ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം ഉപയോഗിച്ച് നന്നായി ഇങ്ങനെ പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാകരുത്. തിന്നായാൽ ഇത് ഇളകി വരാൻ പാടാ. ഇപ്പൊ തന്നെ ലെയേഴ്സ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊറോട്ട പതുക്കെ എടുത്ത് ആ കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പുറത്തേക്ക് ഒന്ന് ചെറുതായി ഒന്ന് തൂത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ തുള്ളി ഓയിൽ മതി. ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ പരത്തിയെടുക്കാം. എണ്ണയിൽ മുക്കുക. ഈ കൈയുടെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമ്മുടെ പൊറോട്ട കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിന് ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം.
നമുക്ക് ഓയിലൊന്ന് 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിൽ 2-3 തുള്ളി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് എടുക്കാം. ഞാൻ ഒരുപാട് വലിയ പൊറോട്ടയല്ല ഉണ്ടാക്കിയത്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചൂടോടുകൂടി നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ലേയേഴ്സ് നല്ലപോലെ വരത്തുള്ളൂ. എന്നിട്ട് കയ്യിൽ നല്ലതായിട്ട് എണ്ണ വരട്ടെ. അതിനുശേഷം ഈ 2 സൈഡിൽ നിന്നുമായിട്ട് നല്ലതുപോലെ അടിക്കണം. തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ അടിക്കണം. ചൂടോടുകൂടി തന്നെ അടിക്കണം. എന്നെങ്കിൽ മാത്രമേ ലേയേഴ്സ് ശരിക്ക് വരത്തുള്ളൂ. ഈ പൊറോട്ടയുടെ ലേയേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണിത്. ഇത് നല്ല സോഫ്റ്റ് പൊറോട്ടയുമാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മക്കളൊക്കെ പൊറോട്ട എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇപ്പം ഞാൻ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയൊക്കെയാണ് സർവ് ചെയ്യാൻ പോകുന്നത്. ഏത് വെജിറ്റബിൾ കറിയുടെ കൂടെയോ പൊട്ടക്കറിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സർവ് ചെയ്യാം. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. ടാറ്റ, ബൈ ബൈ.